നടപടിയാണോ? അതെ, അതായത് ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച പാർട്ടിയാണ്. പാർലമെന്റിൽ മുസ്ലിം ലീഗിൻ്റെ എംപിമാർ അതിനെതിരെ ശക്തമായി വാദിച്ചു. എന്നതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ എംപിമാർ മുസ്ലിം ലീഗ് കോടതിയിൽ അത് ചോദ്യം ചെയ്യുകയുണ്ടായി. പാർലമെന്റിൽ നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായിരുന്നു തന്നെ. അത് ഇതൊരു മുസ്ലിം വിഷയം മാത്രമല്ല, ഇതൊരു ദേശീയ വിഷയമായിട്ട് തന്നെയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എടുത്തു. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ എല്ലാ മതേതര കക്ഷികളും ഒരുമിച്ചുകൊണ്ട് ഒന്നാമത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. വഖഫ് ആക്ട് നേരത്തെ തന്നെ ഇന്ത്യയിലുണ്ട്. അതിന് ധാരാളം മതി വഖഫ് കാര്യങ്ങൾ സംരക്ഷിക്കാനും അതിൻ്റെ മറ്റെല്ലാ മെയിൻ്റെനൻസിനൊക്കെ അതിന് ധാരാളം മതി. പക്ഷേ അതിനപ്പുറത്ത് പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും അത് തെറ്റിദ്ധാരണ ഉണ്ടായി. അതായത് തെറ്റിദ്ധാരണയല്ല, അത് വ്യക്തമായ ചില അജണ്ടകൾ അതിന് പിന്നിലുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒന്നാമത് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനത്തിന് മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അതായത് വഖഫ് സംബന്ധമായിട്ടുള്ള കമ്മിറ്റികളിൽ ഇതര ആളുകളെയും ഉൾപ്പെടുത്തണം, മുസ്ലിങ്ങളല്ലാത്തവരും ഉൾപ്പെടുത്തണം എന്നുള്ള ആ ഭേദഗതി അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, വഖഫ് ഇതുവരെ വഖഫായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ അതിലേക്കൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ളതും സുപ്രീം കോടതി നിർദ്ദേശിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.